ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു സിൽവർ സ്റ്റോമിൽ പോയതിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് വീഡിയോ. അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളി റൂട്ടാണിത്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ പോവുകയാണ് സിൽവർ സ്റ്റോമിലേക്ക്. അതിന് മുൻപ് ഡ്രീം വേൾഡ് കടന്നുപോയി. അപ്പോൾ ഡ്രീം വേൾഡിലേക്കല്ലായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ നേരെ സിൽവർ സ്റ്റോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 9:30 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വഴിയൊക്കെ വീഡിയോ എടുത്തത്. അതിരപ്പള്ളി റൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ സിൽവർ സ്റ്റോമിലേക്ക് പോയി. സിൽവർ സ്റ്റോം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണങ്ങളൊന്നുമില്ല. കുറേ കാലമായി, എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഞാൻ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴൊക്കെയാണ് വണ്ടർലേക്കിൽ പോയത്. അതായത് ഒരു വാട്ടർ തീം പാർക്കിൽ വണ്ടർലയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ. അതിന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ് ആക്സസ് ചെയ്യാൻ, തൃശ്ശൂരിൽ നിന്ന്. അതുകൊണ്ടാണ് സിൽവർ സ്റ്റോമിലേക്ക് വന്നത്. അപ്പോൾ ഇതാണ് സിൽവർ സ്റ്റോം. അപ്പോൾ കയറിയ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ കൗണ്ടറിൽ ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ആ നേരെ കാണുന്ന നീലയും വെള്ളയൊക്കെ ആയിട്ട് കാണുന്നത് ഇപ്പോൾ കാണിക്കും. ആ നേരെ കാണുന്ന ഇപ്പോൾ കാണിക്കുന്നതാണ് കൗണ്ടർ. ഇത് പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്സസറീസ് വേണമെങ്കിൽ വാങ്ങിക്കാം. ഈ നേരെ കാണുന്നതൊക്കെയാണ് അവിടുത്തെ സ്നോ പാർക്ക്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്സൊക്കെ കയറി ആ മേലെ ഒരു ജെറ്റ് സ്കൈ എന്ന് പറയുന്ന സ്കൈ ജെറ്റോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു റൈഡിൽ കയറുകയാണ്. ലാൻഡ് റൈഡ് തന്നെയാണ് ഫസ്റ്റ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കാരണം വാട്ടർ റൈഡ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറ്റായിട്ടുള്ള ഡ്രസ്സും കൊണ്ട് നമുക്ക് ലാൻഡ് റൈഡ്സിലേക്ക് കയറാൻ പാടില്ല എന്നുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ലാൻഡ് റൈഡ്സാണ് ആദ്യം സെലക്ട് ചെയ്തത്. അതിൽ ഫസ്റ്റാണ് ഈ സംഭവം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിൽവർ സ്റ്റോം ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത് റൈഡ് കാണുമായിരുന്നു. പിന്നെ ഷെയ്ഡ്സും ക്യാപ്പും വെച്ചത് കാരണം നല്ല ഉഗ്രൻ വെയിലായിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ അറിയാത്തത് ഇതുകൊണ്ടാണ്. ഈ ഷെയ്ഡ്സും ക്യാപ്പും വെച്ചത് കാരണം വലിയ രീതിയിൽ അറിഞ്ഞില്ല. പക്ഷെ നല്ല രീതിയിൽ ടാൻ അടിക്കും കേട്ടോ. നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വീഡിയോ കോൾ ചെയ്യാനായിട്ട് നോക്കുകയാണ്, വീഡിയോ കോൾ ചെയ്ത് കാണിക്കാനായിട്ട്. ഇതൊക്കെയാണ് നമുക്ക് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. ഫുൾ സിൽവർ സ്റ്റോം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞങ്ങൾ രണ്ടാമതായിട്ട് പോയതാണ് ഇവിടേക്ക്. ഞങ്ങളവിടെ ഷൂസൊക്കെ അഴിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് 3D ഉണ്ടാവില്ലേ, 3D സിനിമ. അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് കയറുന്നു. അങ്ങനെ അതിനകത്ത് കയറി ഞങ്ങൾ 2 ഫോട്ടോസൊക്കെ എടുത്തു ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഉള്ളിൽ വെയിറ്റിംഗ് റൂമാണ്. ആ വെയിറ്റിംഗ് റൂമിൽ കുറച്ച് AC ഒക്കെ ഉണ്ടായിരുന്നത് കാരണം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇത്രയും പേര് വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്തേക്ക് കയറിയിരുന്നു. അവർ ആ ഒരു സ്പെക്സ് കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ വെച്ചു. അവിടെ എൻ്റെ അടുത്തായിട്ട് 2 ചെറിയ കുട്ടികളായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. ചെറിയ ചെറുക്കന്മാർ എന്ന് പറയാം. ഇവന്മാർക്ക് യാതൊരു തരത്തിലുള്ള പേടിയില്ലാതെ നൈസായിട്ട് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഒച്ചയിടലായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയ ലാൻഡ് റൈഡാണ് ഇത് നമ്മൾ കാണുമ്പോൾ സിമ്പിളല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപ്രോയിൽ ഞാൻ എടുത്തു വന്നപ്പോഴത്തേക്ക് സ്ലോ മോഷൻ മോഡിലായിപ്പോയി എടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. ഇത് ആക്ച്വലി കപ്പ് പോലെ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സീറ്റിലിരിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ വല്ലാതെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പം നമ്മൾ നോർമലി ഇരിക്കുന്നത് പോലെ ഒന്നുമല്ല, വളഞ്ഞ് ചെരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നല്ല സ്പീഡിലായിരിക്കും സംഭവം. ഇതെല്ലാം സ്ലോ മോഷൻ ആയത് കാരണം തന്നെ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ എൻ്റെ മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ആ ദൂരത്ത് കാണുന്നതാണ് ഞങ്ങൾ നേരത്തെ കയറിയ റൈഡ്. ഇതും സ്ലോ മോഷനായിപ്പോയി. അതുകൊണ്ട് ഇത്രയും സ്ലോ അല്ല, നല്ല സ്പീഡാണ്. അങ്ങനെ ഇത് നമ്മൾ ബോട്ടിലെ ആ സംഭവത്തിൽ കയറി അതിങ്ങനെ ഒരു സ്വിങ്ങിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുക. ഓരോ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ഈ പെൻഡുലം ക്ലോക്കൊക്കെ പോകുന്നത് പോലെ പോകുമ്പോഴത്തേക്കും സ്പീഡ് മെല്ലെ മെല്ലെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉയരം ഇത് എത്രത്തോളം അങ്ങോട്ട് പോകുന്നു എന്നുള്ള ഉയരവും കൂടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് എൻ്റെ മുഖത്തിലെ ഭാവങ്ങൾ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ അധികം ക്രിഞ്ചായിരുന്നു. കാണുമ്പോൾ തന്നെ എനിക്ക് അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കാരണം അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. ഇത്ര കണ്ടാൽ മതി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാതെ നോസിയ വരുന്നത് പോലെ തോന്നി. ഒരു ഫീലിംഗ് വന്നു. ഛർദ്ദിക്കാനായിട്ട് തോന്നുന്ന പോലെ തോന്നി. പക്ഷെ വൊമിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. ഇപ്പോഴൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തേക്ക് എൻ്റെ ഫേസൊക്കെ മാറി തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നതിൻ്റേതായ ഒരു പേടി. പിന്നെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഫിയർ എനിക്കുണ്ട്, ഹൈറ്റ്. അതുകൊണ്ടും കൂടിയുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ ഞാനൊരിക്കലും പേടിയെന്ന് വിചാരിച്ച് മാറി നിൽക്കില്ല. എല്ലാം ട്രൈ ചെയ്യും. ഗിവ് ഇറ്റ് എ ട്രൈ. അതാണ് സംഭവം. അല്ലാതെ പേടിയെന്ന് ഓർത്ത് പുറകെ നിൽക്കുന്നൊരു
കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഇതിലൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും എത്രത്തോളം ഹൈറ്റിലാണിത് പോയതെന്ന്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഞാൻ ഏകദേശം ഒരു മിഡിൽ പാർട്ടിലായിട്ടാണ് ഇരുന്നത്. എങ്കിൽ കൂടിയും അവസ്ഥ ഇതായിരുന്നു എൻ്റെത്. വല്ലാതെ പേടിച്ചു പോയി ഇൻ ദ സെൻസ് വൊമിറ്റ് ചെയ്യാൻ വന്നതിൻ്റെയാണ് ഈ ഒരു മുഖത്തിൻ്റെ ഭാവം. അതല്ലാതെ പേടി എന്നുള്ളതിനേക്കാളും വൊമിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഇങ്ങനെ ഞാൻ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചു. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ണ് തുറന്ന് വയ്ക്കുമ്പം നോസിയ വല്ലാതെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നെ ഷെയ്ഡ്സ് വെച്ചിരിക്കുന്നത് കാരണം, അഥവാ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന കാരണം ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അത് കാരണം ആരും അറിഞ്ഞിട്ടില്ല എന്ന് നൈസായിട്ടങ്ങ് വിചാരിച്ചു. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞു. ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഗഡ്സിയായി. ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലായിപ്പോയി. ലൈക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ലിറ്ററലി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ വൊമിറ്റ് ചെയ്തിട്ടില്ല ഭാഗ്യത്തിന്. നല്ല ചൂടും കൂടിയല്ല, അപ്പോൾ നല്ല ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് തന്നെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നീട് എനിക്ക് മടുത്തിട്ട് ഞാൻ നൈസായിട്ട് വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ചൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ സ്ട്രൈക്കിംഗ് കാർസ് അതിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വീഡിയോ അധികം എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഭയങ്കര ടയേർഡായി. അങ്ങനെ ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറി, സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടു. നല്ല കോമഡി ആയിട്ടില്ല എന്നെ കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൈഡ്സിലൊക്കെ കയറാൻ സ്റ്റാർട്ട് ചെയ്തു. കാണാൻ നല്ല കോമഡിയാണ്, ബട്ട് സ്റ്റിൽ നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കെയർഫുൾ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹെയർ കവർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, തല കവർ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ റൈഡിൽ ഇങ്ങനെ കയറി ഇറങ്ങി ചിലതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ വീണ്ടും അതിൽ തന്നെ കയറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. നെക്സ്റ്റ് ഇതിലായിരുന്നു കയറായിരുന്നത്. അപ്പോഴും ഗോപ്രോ പിടിച്ചിരുന്നു, പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ കൈ ഹോൾഡ് അവിടെ നിന്ന് വിട്ടിട്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്തോ അവിടെ നിന്ന് അങ്ങ് ചരിഞ്ഞങ്ങോട്ട് വീഡിയോ എന്നുള്ള പേടിയുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും പിടിച്ചിരുന്നു. അപ്പോഴത്തേക്കും വീഡിയോ പ്രോപ്പറായിട്ട് അങ്ങ് കിട്ടിയിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഫൺ ഫിൽഡ് ആയിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഈ ലൂപ്പിൽ കൂടെ ഇങ്ങനെ ആ ഒരു യെല്ലോ ആൻഡ് ബ്ലൂവിൽ ഉള്ള ലൂപ്പില്ലേ, അതിൽ കൂടെയൊക്കെ ഇങ്ങനെ കടന്ന് വന്ന് ഇതുപോലെ ഇങ്ങനെ പോകണം. നെക്സ്റ്റ് വരുന്നതായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ വരും ഞങ്ങൾ. ഒരു കൂവൽ പോലെ കേട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അത് ഞങ്ങളുടെ ശബ്ദമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ചുമ്മാ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ്സൊക്കെ എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പല വാട്ടർ റൈഡ്സിലേക്ക് വീണ്ടും പോയി. പൂളിൽ പോയി. വേവ്സ് വരുന്നുണ്ടായിരുന്നു. ഓരോ 1 hour കൂടുമ്പോഴായിരുന്നു വേവ്സ് വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പല വാട്ടർ റൈഡ്സ് തന്നെ കയറിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ കയറി കഴിഞ്ഞിട്ട് സ്പ്ലാഷ് പോലെ ഇങ്ങനെ വരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തൈസ് നല്ല രീതി ഇടിച്ചു, നല്ല ബ്രൂയിസായി. സോ ഇതുവരെയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.